പ്രിയപ്പെട്ടവർ, 15 മിനിറ്റേ ഉള്ളെങ്കിൽ ഇത് പറയാതെ എനിക്ക് പറ്റില്ല. ഞാനൊരു എംഫിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് രാഘവൻ സാറിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടു. അന്ന് അദ്ദേഹം ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ അംഗമായിട്ട് അവിടെ പ്രഭാത് പട്നായിക്കിൻ്റെ കീഴിൽ ഒരു റിസർച്ച് സ്കോളറായിട്ട് ചേർന്നിരിക്കുകയാണ്. അത് അപ്പം തന്നെ പല കാര്യത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, അദ്ദേഹം വളരെ പതിഞ്ഞ ശബ്ദത്തിൽ വളരെ സോഫ്റ്റായിട്ടാണ് പറയുക എങ്കിലും മണിപ്പറവാളി ക്ഷമിക്കണേ, പറയുന്നത് വളരെ ഒറിജിനലാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടാവും. ഒരു പുസ്തകത്തെ പറ്റിയിട്ട് പുസ്തകം വായിച്ചാൽ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ പറ്റി ഒരു കമൻറ്റ് പറയും. അത് വളരെ ഒറിജിനലാണ്. ഏതെങ്കിലും ഒരു അധ്യാപകൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ആളുടെ ഒന്നോ കോട്ട് ചെയ്യുന്ന രീതിയായിരുന്നില്ല. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ എല്ലാം മുഴുവനായിട്ട് ഞാൻ വായിച്ചില്ല എങ്കിലും വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം അതാണ്. ഇത് വളരെ ഒറിജിനലായിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. മറ്റൊന്ന്, ഞങ്ങൾ ഈ ജെയിനുവേഴ്സ് വളരെ ക്ലാനിഷ് ആയി. അതുകൊണ്ടാണ് ഈ 75 അവിടെ ചെന്നപ്പോൾ തന്നെ ഇന്റർ ഡിസിപ്ലിനറി എന്നത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. ഈ ഒരു പുസ്തകം ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ട് ഞാൻ മുന്നോട്ട് വയ്ക്കും. അതൊരു അടിസ്ഥാനപരമായിട്ട് ഒരു എക്കോണമിസ്റ്റാണ് ഇത് എഴുതിയത് എന്നത് വായിച്ചാൽ തോന്നില്ല. അത് ഒരു സോഷ്യോളജിസ്റ്റ് ആകാം, ഒരു ഹിസ്റ്റോറിയൻ ആകാം, ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആകാം, സർവോപരി ഒരു ഹ്യൂമനിസ്റ്റ് ആകാം. അതാണ് ഇതിനെപ്പറ്റി എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ളത്. പിന്നെ ചെറിയ ചില ചർച്ച, പിന്നെയും ചർച്ച തുടങ്ങുക എന്നുള്ളതാണല്ലോ, ചെറിയ ചില കറക്ഷൻസ് വളരെ ചെറുതാണ്, അത് വയ്ക്കുക എന്നത് മാത്രമേ എനിക്ക് ചെയ്യുവാനായിട്ട് ഉള്ളൂ. പുസ്തകത്തിനെ പറ്റി എനിക്ക് ഒന്നും മോശമായിട്ട് പറയണ്ട. വളരെ സൂപ്പർലേറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങളെ എനിക്ക് പുസ്തകത്തെ പറ്റി പറയാനായിട്ട് ഉള്ളൂ. ഇവിടെ അദ്ദേഹം ആദ്യം പറയുന്നുണ്ട്, ഹിസ്റ്റോറി സോഷ്യൽ സയൻസസ് ആർ ഗിൽറ്റി ഓഫ് ഇംപീരിയലിസ്റ്റ് ഇൻറ്റർഫറൻസ് ടുവേർഡ്സ് അത് ഞാനും അതിൽ ചേരുന്നുണ്ട്. ഐ പ്ലീഡ് ഗിൽറ്റി. പക്ഷേ അത് ഫാമിനെ പറ്റിയിട്ടായി, അല്ലാതെ അണ്ടർ പ്രിവിലേജ്ഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അണ്ടർ പ്രിവിലേജിനെ പറ്റിയിട്ട് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. മലബാറിനെ പറ്റിയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പലരും അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പല വിവിധ വശങ്ങൾ. പക്ഷെ ഫാമിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളില്ല എന്ന് തന്നെ പറയണം. അതുകൊണ്ടാണ് ഇത് വളരെ വെൽക്കം, വളരെ നല്ല ഒരു പഠനമാണ്. അപ്പോൾ ഫാമിനിൻ മദ്രാസ് പ്രസിഡൻസിയിലെ ചില ഫാമിനെ പറ്റിയിട്ടുള്ള ചന്ദ്രബാബുവിൻ്റെ എൻ്റെ ഒരു സുഹൃത്ത് ചന്ദ്രബാബുവിൻ്റെ ഒരു പഠനം വന്നിട്ടുണ്ട്. പിന്നെ ജാനകിയുടെ പഠനമുണ്ട്, മധുരയിലെ ഫാമിനെ പറ്റിയിട്ട്. പക്ഷെ ഫാമിനെ പറ്റിയിട്ടല്ല അവർ പഠിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെ മധുര കീഴടക്കി എന്നതിൽ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ഫാമിൻസ് ആസ് എ കോൺസിക്വൻസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അക്വിസിഷൻ എന്നുള്ള നിലയിലാണ്. അങ്ങനെയുള്ള പല പഠനങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പിന്നെ ഈ പുസ്തകത്തിൽ വേറെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള കൺസെപ്റ്റുകളാണ്. വല്ലാതെ കൺസെപ്ച്വലൈസേഷൻ വളരെയധികം ഉണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. കാരണം അദ്ദേഹം ഇപ്പോൾ ഹെജിമണി എന്നതിനെ പറ്റിയിട്ട് അദ്ദേഹം എടുത്ത ആ ഹെജിമണി എന്നുള്ള കൺസെപ്റ്റിനെ പറ്റി അദ്ദേഹം ചർച്ച ചെയ്തതിനെ പറ്റി എനിക്ക് ചെറിയ ചില വിയോജിപ്പുകളുണ്ട്. അതവിടെ ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം ഹെജിമണി എന്നുള്ളത് എപ്പോഴും ഒരു ക്ലാസിനെ അടിസ്ഥാനമാക്കിയിട്ട് ചെയ്യേണ്ട ഒന്നാണ്. ചർച്ച ഹെജിമണി എന്നുള്ളത് ഗ്രാംഷ്യൻ കൺസെപ്റ്റിലായാലും ശരി, വേറെ ഏത് സോഷ്യോളജിക്കൽ കൺസെപ്റ്റിലായാലും ശരി, അങ്ങനെ അല്ലാത്തതായാലും ശരി, ഒരു വർഗത്തെ അടിസ്ഥാനമാക്കിയിട്ട് വേണം നമ്മൾ ചർച്ച ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഹെജിമണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ മലബാറിലെ ഒരു മിഡിൽ ക്ലാസ് എങ്ങനെ വന്നു, ആ മിഡിൽ ക്ലാസ്സിന് എങ്ങനെ ഹെജിമണി സാധ്യമായി, അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിച്ചു എന്ന നിലയിൽ ചർച്ച ചെയ്താൽ കൂടെ നന്നാവുമായിരുന്നു എന്ന് തോന്നുന്നു. അത് ഞാൻ പറഞ്ഞു വയ്ക്കുന്നതാണ്. മറ്റൊന്ന് പറയാനുള്ളത്, അത് വളരെ എംപിരിക്കലുമാണ്, അതേസമയം വളരെ തിയറിറ്റിക്കലാണ്. നമുക്ക് വളരെ തിയറിറ്റിക്കലായിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. അത് ഒരുതരം ഞാനുമേൽ വളയം കൂടാത്ത ചാടനം അല്ല എന്നുള്ളത് വളരെ പ്യൂർലി എംപിരിക്കലായിട്ടുള്ള ഫാക്ടോഗ്രഫികളാണ്. ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ്, അതൊക്കെ വളരെ ഒരു ക്രോണോളജി ആയിട്ട് അതിൻ്റെ അടുക്കും ചിട്ടയോടോ അറിയുന്ന എൻ്റെ ചില ഗുരുനാഥന്മാർ തന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ലതാണ്, വളരെ നല്ലതാണ്. എങ്കിലും അതിനപ്പുറം നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പോൾ രാഘവൻ സാറിൻ്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്ന അതാണ്.
അത് ഒരേ സമയം എംപിരിക്കലാണ്, അതേസമയം തിയററ്റിക്കലാണ്. തിയററ്റിക്കലായിട്ട് അദ്ദേഹം എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ടുവേർഡ്സ് തിയറി എന്നുള്ള അദ്ദേഹത്തിൻ്റെ അത് തന്നെ വളരെ നല്ല ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ ആർക്കൈവ്സിനെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ഇതില്ലാത്തതുകൊണ്ടായിരിക്കും, ആർക്കൈവിസ്റ്റ് തന്നെ ഇവിടെ ഉണ്ട് എന്നാലും പറയട്ടെ, ഈ ആർക്കൈവ്സ് ഉണ്ടാക്കിയത് ആർക്കൈവ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല. ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട് കുറേ ചരിത്ര വിദ്യാർത്ഥികൾ റിസർച്ച് ചെയ്യാൻ ഉതകട്ടെ എന്ന് പറഞ്ഞിട്ട് രേഖകൾ ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചില പരാമർശങ്ങൾ അതിൽ വരില്ല. ഇപ്പോൾ ചന്ദ്രബാബുവിനെ പറ്റി ഞാൻ പറഞ്ഞു. ചന്ദ്രബാബു ഞാനൊക്കെ ഒന്നിച്ച് റിസർച്ച് ചെയ്യുന്ന കാലത്ത് തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് വലിയ പ്രശ്നമുണ്ടായി. അദ്ദേഹം പെസന്റ് മൂവ്മെന്റ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. പെസന്റ് മൂവ്മെന്റ്സ് വരുന്നില്ല രേഖയിൽ, പെസന്റ് മൂവ്മെന്റ്സ് രേഖയിലില്ല. അപ്പോൾ അദ്ദേഹം വരുന്നത് അപ്പോഴാണ് പണിക്കർ സാർ, KN പണിക്കർ അവിടെ മദ്രാസിക്ക് ആവശ്യമായി എത്തി. ആ പണിക്കർ ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, പെസന്റ് മൂവ്മെന്റ്സിനെ പറ്റി സാഹിബിന് എന്തിനാണ് എഴുതേണ്ട ആവശ്യം? ഒരാവശ്യമില്ല. റയറ്റ്സ്, ഔട്ട്റേജസ്, അങ്ങനത്തുള്ള ഇൻഡെക്സുകൾ നോക്കൂ എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഒരു 10 കൊല്ലം റിസർച്ച് ചെയ്യാനുള്ള സാധനങ്ങൾ അതിലുണ്ട്. അപ്പോൾ പെസന്റ് മൂവ്മെന്റ്സ് ഇവിടെ സാഹിബിന് റയറ്റ്സും ഔട്ട്റേജസും ഒക്കെ ആവുകയാണ്. അപ്പോൾ ഇവിടെ തന്നെയുള്ള മാപ്പിള ഔട്ട്റേജസ് എന്നല്ലേ പറയുന്നു, മാപ്പിള പെസന്റ് സ്ട്രഗിൾസ് എന്ന് സാഹിബ് പറയില്ല. അത് ആർക്കൈവ്സിന്റെ രേഖകളുടെ ഒരു പ്രശ്നമാണ്. നമ്മളതിൽ പെട്ടുപോരും. നമ്മൾ ഒരു റിസർച്ച് സ്കോളർ അവിടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം. അങ്ങനെ ഒന്ന് ഒരു ഇതാണ്. അപ്പോൾ ഫാമിൻ എന്നുള്ള വാക്ക് വന്നില്ലെങ്കിലും ഡിസ്ട്രസിനെ പറ്റിയിട്ട്, ദാരിദ്ര്യത്തെ പറ്റിയിട്ട് ഞാൻ ലോകിനെ ഇതാക്കിയിട്ട് പറയല്ല, ജസ്റ്റിഫൈ ചെയ്തിട്ട് പറയല്ല, സപ്പോർട്ട് ചെയ്തിട്ട് പറയല്ല. പക്ഷേ അദ്ദേഹം ദാരിദ്ര്യത്തെ പറ്റി വളരെയധികം അവെയറായിരുന്നു. ഇവിടുത്തെ ദാരിദ്ര്യം ഇവിടുത്തെ ടെന്യൂറിയൽ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം. അത് ഒരു മാനുവലായിട്ട് എഴുതിയിട്ടുള്ള മലബാർ എന്ന കൃതി അവിടെ ഇരിക്കട്ടെ, അത് മാത്രം എടുത്ത പറ്റില്ല. വേറെ ഇപ്പോൾ കറസ്പോണ്ടൻസ്, മാപ്പിള റൈറ്റ്സിനെ പറ്റിയിട്ടുള്ള കറസ്പോണ്ടൻസ് വളരെ വലിയ, ലോകൻ്റെ ഏറ്റവും വലിയ കൃതി അതാണെന്നാണ് ഞാൻ പറയുക. അതൊന്ന്. പിന്നെ ടെന്യൂറിയൽ ടെനൻസി ലെജിസ്ലേഷന് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നോട്ടുകൾ, ഇതൊക്കെ നോക്കുമ്പോൾ കിട്ടുന്നത് ലോകൻ ഇവിടുത്തെ ദാരിദ്ര്യത്തെപ്പറ്റി വളരെയധികം അവെയറായിരുന്നു. ഇവിടെ കടുത്ത ദാരിദ്ര്യമാണ് എന്ന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും. ദാരിദ്ര്യത്തിൻ്റെ ഹേതു എന്ത്? ദാരിദ്ര്യത്തിൻ്റെ ഹേതു ഇവിടുത്തെ ടെനൻസി തന്നെയാണ്, തെറ്റായ ടെനൻസിയാണെന്ന് തന്നെ പറയുന്നത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞത് മേലധികാരികൾക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഫുള്ളായിട്ടിരുന്നില്ല. അദ്ദേഹം മുകളിലൊക്കെ ഒരു ബ്യൂറോക്രാറ്റിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ മുകളിലുള്ള ആൾക്കാരെ പ്രതിപ്പെടുത്തും. രാഘവൻ സാർ പറഞ്ഞ അത്രയും ശരിയാണ്. മേലത്തെ ആൾക്കാരെ എങ്ങനെ പ്രതിപ്പെടുത്താം, എങ്ങനെ ഏണിപ്പടികൾ കയറി ഞാനൊരു അണ്ടർ സെക്രട്ടറിയോ ക്യാബിനറ്റ് സെക്രട്ടറിയോ ആവാം എന്നതാണ്. ലോകത്തിലൊന്നും ആയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മിഡിൽ ഏജ് സമയത്ത് തന്നെ അദ്ദേഹം തിരിച്ച് സ്കോട്ട്ലൻഡിലേക്ക് പോവുകയാണ്. അതെന്തുകൊണ്ടെന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെയും അങ്ങനെ ലോകൻ ചിലപ്പോൾ ഫാമിനെ പറ്റി ഈ വിവരം സപ്രസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അദ്ദേഹം ഈ ദാരിദ്ര്യത്തെ പറ്റി വളരെ അവെയറായിരുന്നു, അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്, അതിനെപ്പറ്റി കൺസേൺഡ് ആയിട്ടുണ്ട് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പിന്നൊന്ന്, ഇവിടെ ദാരിദ്ര്യം പണ്ട് തന്നെയുണ്ട്. ഈ മലബാർ എന്ന് നാം ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന ഏരിയയിൽ ദാരിദ്ര്യം പണ്ട് തന്നെയുണ്ട്. സാമൂരിപ്പാട് ധനികനൊന്നുമായിരുന്നില്ല. തിരുവനന്തപുരത്തെ മഹാരാജാവിനെ പോലെ ഒന്നുമില്ല. അവിടെ നാഞ്ചിനാടും മറ്റുമൊക്കെ ഒന്നാന്തരം കൃഷിയിടങ്ങളാണ്. ധാരാളമായിട്ട് സർപ്ലസ് ഉണ്ടാക്കുന്ന, മിച്ചമുണ്ടാക്കുന്ന നാഞ്ചിനാട്, കന്യാകുമാരി ഏരിയ ഒക്കെ റാവൻകൂറിൻ്റെ കയ്യിലാണ്. അതാണ് ഈ പത്മനാഭൻ്റെ ഈ സ്വർണ്ണ ശേഖരത്തിൻ്റെ ആസ്പദം. ഇഷ്ടംപോലെ കാശുണ്ട്. മറ്റ് വിഭവങ്ങൾ അവിടെ ഇരിക്കട്ടെ. മാർത്താണ്ഡവർമ്മ ആദ്യം ചെയ്തത്, സാക്ഷാത് മാർത്താണ്ഡവർമ്മയാണെങ്കിൽ ഇപ്പോൾ പരാമർശ വിഷയമായ ആളല്ല, അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു പെപ്പർ മോണോപ്പൊളി ഉണ്ടാക്കുക എന്നുള്ളതാണ്. പെപ്പർ മോണോപ്പൊളി ഉണ്ടാക്കിയതോടെ കയ്യിൽ എത്ര സ്വത്താണ് വരുന്നത്? അങ്ങനെയൊന്നും സാമൂരിപ്പാടിന് ചെയ്യാൻ പറ്റില്ല. സാമൂരിപ്പാടിന് റിസോഴ്സ് ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം അതീവ ദാരിദ്ര്യനായിരുന്നു. നമ്മുടെ ഇവിടുത്തെ കോഴിക്കോടൻ ഗ്രന്ഥവരികൾ നോക്കുക, അതൊക്കെ എത്ര സ്വന്തം ഭാര്യയ്ക്ക് ഒരു കടുക്കം ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിലപിക്കുന്ന ഒരു സാമൂഹികൻ്റെ ഒരു മഹാരാജാവാണ് വിലപിക്കുന്നതെന്ന് ആലോചിക്കണം. ഭാര്യ ഒരു ചെറിയ കടുക്കൻ ആവശ്യപ്പെട്ടത് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ദാരിദ്ര്യം ഇവിടെ പ്രീ ബ്രിട്ടീഷാണ്. ബ്രിട്ടീഷുകാർ ചെയ്തത് ഈ ദാരിദ്ര്യം കൂട്ടുക എന്നുള്ളതാണ്.
അത് രാഘവൻ സാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഈ ദാരിദ്ര്യം കൂട്ടുന്നതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ ആദ്യം ഇവിടെ ബ്രിട്ടീഷുകാർ ചെയ്തത് റവന്യൂ എങ്ങനെ കൂട്ടാം, അതാണ് റവന്യൂവിനെ പറ്റിയിട്ടുള്ള പണം. എന്താ 1947 വരെ ബ്രിട്ടീഷുകാർക്കുണ്ടായ ഏറ്റവും വലിയ സോഴ്സ് എന്താണ്? ലാൻഡ് റവന്യൂ ആണ്. ലാൻഡ് റവന്യൂ ആണ്. ബാക്കിയുള്ളതിലൊക്കെ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. ലാൻഡ് റവന്യൂ വളരെ സ്റ്റഡിയാണ്. അതിങ്ങനെ കൂടി വന്നു. അതുകൊണ്ടാണ് പീരിയോഡിക് അസസ്മെന്റ്സ് ഉണ്ടാകുന്നത്. പീരിയോഡിക് അസസ്മെന്റ് ഒക്കെ കൂട്ടുക ചെയ്യുന്നത്. അത് ഒരിക്കലും കുറച്ചിട്ടുള്ള ചരിത്രമില്ല. നമ്മുടെ മലബാറിൽ തന്നെ മക്കീവൻ AKG അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഈ പച്ചപ്പ് കാണുമ്പോൾ അത് വളരെ നല്ല മൺസൂണുള്ളതുകൊണ്ട് പച്ചപ്പ് കാണുന്നു. അത് വളരെ നല്ല ഒരു അഫ്ലുവൻസിന്റെ ലക്ഷണമായിട്ട് എടുക്കുക എന്നുള്ളത് AKG അദ്ദേഹത്തിന് എന്നിട്ട് കേസും വന്നു. മക്കീവൻ അവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല പച്ചപ്പ് കണ്ടു. അപ്പൊ ഇവിടെ എല്ലാം സുഖമാണെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം 18% കൂട്ടി എന്ന് AKG പ്രസംഗിക്കുകയും അതിന് അദ്ദേഹം കേസ് നേരിടുകയും ചെയ്തു. മക്കീവൻ 18% കൂട്ടുമ്പോൾ, അസസ്മെന്റ് കൂട്ടുമ്പോൾ മക്കീവന്റെ കയ്യിലുള്ള ഡാറ്റ വ്യക്തമാണ്. അത് കൂട്ടാനുള്ള ആസ്പദമില്ല, കൂട്ടാൻ പറ്റില്ല. എന്നിട്ട് മക്കീവൻ കൂട്ടുന്നു. ഇനി അങ്ങെടുക്കുക 1792 മലബാർ വരുന്നത്. അന്ന് മുതലെടുത്താൽ ഒരുപാട് വാർഡൻ, ഗ്രേ, താക്കറെ, സ്പെൻസർ, സ്മീ, വാക്കർ, ഇത്രയും പേര് ലാൻഡ് ടെന്യൂറിനെ പറ്റിയിട്ടും ലാൻഡ് റവന്യൂ സിസ്റ്റത്തെ പറ്റിയിട്ടും ഒക്കെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ ഇവിടെയുള്ള ദാരിദ്ര്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് കണ്ണോട് നോക്കിയേക്കാണേ, അത്ര എവിഡന്റ് ആണ്, അത്ര എവിഡന്റ് ആണ്. പക്ഷെ ഇവരെല്ലാവരും തന്നെ റവന്യൂ അസസ്മെന്റ് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. ഗ്രേം പറയുന്നത് നികുതി ഭാരം വളരെ വലുതാണ്, നികുതി അടയ്ക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ നികുതി അടയ്ക്കാൻ പറ്റാത്തവരുടെ ഭയങ്കര ക്രൂരമായിട്ടാണ് ഇത് ഈടാക്കുന്നത്. രാഘവൻ സാറ് ഭൂമി വിൽപ്പനയ്ക്ക് ഓപ്ഷൻ വെക്കുന്നതിനെ പറ്റിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അതിനൊക്കെ മുമ്പ് കട്ടിളപ്പടി ഇളക്കി കൊണ്ടുപോവുക, വീടിന്റെ കട്ടിളപ്പടി ജനല് ഒക്കെ അങ്ങ് ഇളക്കുക, കൊണ്ടുപോവുക. മൺചട്ടി കൊണ്ടുപോയിട്ട് വിൽക്കാൻ പറ്റില്ലല്ലോ. ഇത് നല്ല ഈടുള്ള മരമായിരിക്കും. ഇപ്പോഴാണുള്ള മരമില്ലാതായത്. അന്നത്തെ മരമുണ്ട്, അത് ഇടയ്ക്ക് കൊണ്ടുപോകാൻ. പശു ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടുപോകാം. ഇങ്ങനെയുള്ള അങ്ങനെ അടിച്ചു പിടിച്ചു വാങ്ങുക എന്ന ഇന്നൊക്കെ നമ്മൾ ബ്ലേഡുകാരുടെ ഗുണ്ടകൾ ചെയ്യുന്നതിനെക്കാട്ടിലും അപ്പുറത്തുള്ളത് ബ്ലേഡ് കമ്പനി ഗുണ്ടകൾ ചെയ്യുന്നത് ഇല്ലീഗലാണ്. അതിന് ന്യായമില്ല. സായിപ്പ് ചെയ്ത് വളരെ ന്യായത്തോടെയാണ്. അതിന് ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ പറ്റില്ല, ഒരു നിവേദനവും കൊടുക്കാൻ പറ്റില്ല. അത് സഫർ ചെയ്യുക എന്നുള്ളത് കർഷകന് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന് ഗ്രേം പറയുന്നത്, മണ്ണൊലിപ്പ് തടയാനോ കൃഷി ഇടങ്ങളിൽ മണ്ണൊലിപ്പ് തടയാനോ തോടുകൾ ഉണ്ടായിരുന്നു, പ്രീ ബ്രിട്ടീഷായ തോടുകൾ നേരാക്കാനോ ഇനിയും നല്ലതാണ്, ചെയ്യേണ്ടതാണെന്നാണ്. പക്ഷെ അത് ആരും ചെയ്യുന്നില്ല. അപ്പോൾ നികുതി കൂടുതൽ കിട്ടാനായിട്ട് ഇത് ഉതകും എന്നതാണ് ഗ്രേം കൊടുക്കുന്ന ന്യായം. നികുതി കൂടുതൽ കിട്ടും, കാരണം നിങ്ങൾ ഈ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന താല്പര്യമില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കോ പിന്നീട് വന്ന ബ്രിട്ടീഷുകാർക്കോ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതില്ല. ഇടയ്ക്ക് ഒരു അസൈഡ് കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഈ മൺസൂൺ തെറ്റുമ്പോഴാണല്ലോ ക്ഷാമം വരുന്നത്, ഇത് വരുന്നത്, വരൾച്ചയൊക്കെ വരുന്നത്. എൻ്റെ മുത്തശ്ശൻ, ഞാനൊരു പാലക്കാടൻ കാർഷിക കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്. എൻ്റെ മുത്തശ്ശൻ്റെയൊക്കെ ആ ജനറേഷനിൽ പെട്ട ആൾക്കാർ, അവരൊക്കെ 19th സെഞ്ച്വറിയുടെ അവസാനം ജനിച്ചവരാണ്. അവരുടെ ഒരു പ്രയോഗമുണ്ട്, അന്നൊന്നും മലമ്പുഴയില്ല. അപ്പൊ മലമ്പുഴയ്ക്ക് മുമ്പ്, മലമ്പുഴയ്ക്ക് പിമ്പ് എന്നൊരു കാലഗണന കർഷക കുടുംബത്തിന് ആൾക്കാർക്ക് വന്നു എന്നുള്ളതാണ്. കാരണം മലമ്പുഴ വന്നവിടെ വെള്ളമുണ്ട്, ഒരു മൺസൂൺ തെറ്റിയാലും കുഴപ്പമില്ല, വെള്ളം കിട്ടും, ജലസേചനം നടക്കും. പക്ഷെ ഈ മലമ്പുഴയ്ക്കുള്ള ഇത് വന്നത് 1930-ലാണ്. 1930-ലാണ് മലമ്പുഴ കെട്ടിയാൽ നന്നായിട്ട് അവിടെ നല്ല പാറക്കെട്ടുകളുണ്ട്, കുന്നുകളുണ്ട്. അപ്പം ഡാം കെട്ടാൻ വളരെ എളുപ്പമാണ്, ഡാം കെട്ടിയ വളരെ ഗുണമാണെന്നുള്ള റിപ്പോർട്ട് വന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നീട് 37-38-ലാണ് ഞാൻ പഴയ ഓർമ്മയെന്ന് പറയാണ്, വീണ്ടും വന്നു. പക്ഷെ അപ്പോഴേക്ക് യുദ്ധം വന്നിട്ട് ഇപ്പം അത് വേണ്ട,
തൽക്കാലമായിട്ട് നമ്മൾ യുദ്ധം നടത്തുകയാണ്. ഇപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് 1943-44 അത് തീർപ്പ് കൽപ്പിച്ചു. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയാണ് മലമ്പുഴ ഡാം കെട്ടാൻ തുടങ്ങിയത് 20 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും. കേരള സ്റ്റേറ്റ് വരുന്നതിന് മുമ്പാണ്. അതുകൊണ്ട് ഇപ്പോൾ മലമ്പുഴയുടെ അവിടെ കല്ല് കാണുന്നത് കാമരാജൻ്റെ നാടാരാണ് അതിൻ്റെ ചീഫ് മിനിസ്റ്റർ ഓഫ് മദ്രാസ് എന്നതാണ്. കേരള സ്റ്റേറ്റ് ഇല്ല, അതിന് മുമ്പാണ് 1955. അപ്പോൾ പറഞ്ഞു വന്നതാണ്, ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളത് സായിപ്പ് നടത്താൻ തയ്യാറല്ല ഒരു ഇതാണ്. പക്ഷേ വേറൊന്ന് അത് രാഘവൻ സാറ് പറയുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് പറയണം തോന്നുന്നു. ഇവിടുത്തെ ഫെർട്ടിലിറ്റി വളരെ കുറവാണ്. അത് 1792 ജോയിന്റ് കമ്മീഷണേഴ്സ് റിപ്പോർട്ട് തൊട്ട് പറയുന്നത്. അവർക്ക് എടുത്തു പിടിക്കുന്ന ഒന്ന് തഞ്ചാവൂരാണ്. തഞ്ചാവൂർ ഇപ്പോൾ ഗ്രേം അത് എടുത്ത് കണക്കന്നെ പറയുന്നുണ്ട്. തഞ്ചാവൂരിൽ ഒരു പറ വിത്ത് പറിച്ചാൽ 30 പറ നെല്ലുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു പറ വിത്ത് പറിച്ചാൽ 10 പറയേ കിട്ടുള്ളൂ. അപ്പൊ ഫെർട്ടിലിറ്റി ഇവിടെ കുറവാണ്. പാലക്കാടാണ് കുറച്ച് കൂടുതൽ ഫെർട്ടിലിറ്റി ഉള്ള ഒരു മേഖല. അതിന് എൻ്റെ സുഹൃത്ത് കേശവന്റെ ഒരു പഴയ ഫീസ് ഉണ്ട്. അതായത് ഈ സമുദ്രവും വെസ്റ്റേൺ ഗാട്സും തമ്മിലുള്ള ഈ ഗ്യാപ്പ് കൂടുമ്പോഴാണ് വിശാലമായ കൃഷിയിടങ്ങൾ ഉണ്ടാവുക. ആ കൃഷിയിടങ്ങളിലാണ് ബ്രാഹ്മൺ സെറ്റിൽമെന്റ്സ് ഉള്ളത്. അങ്ങ് കാഞ്ഞങ്ങാടിൻ്റെ അവിടെ ഒരു സെറ്റിൽമെന്റ് കഴിഞ്ഞാൽ പിന്നെ ഈ തലശ്ശേരി അവിടെ ഒന്നും ബ്രാഹ്മൺ സെറ്റിൽമെന്റ്സ് ഇല്ല. പിന്നെ വരുന്നത് ഇപ്പുറത്താണ്. കാരണം കൃഷിയില്ല, കൃഷി സാധ്യമല്ല. അവിടുത്തെ മണ്ണിനെ പറ്റിയിട്ടും അങ്ങനത്തുള്ള പരാമർശങ്ങളുണ്ട്. മണ്ണ് ഫർട്ടൈലല്ല, കൃഷിക്ക് ഉപയുക്തമല്ല. അപ്പം ആ ഒരു പോയിന്റ് വരേണ്ടതാണ് എന്ന് തോന്നി. ഇതൊന്നും വിമർശനമായിട്ട് പറയുകയല്ല, ഇതൊക്കെ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഉപോത്ബലകമായ കാര്യങ്ങളാണ്. പിന്നെ ആത്മകഥകളിലും മറ്റൊക്കെ ദാരിദ്ര്യത്തെ പറ്റി, അത് 20th സെഞ്ച്വറിയാണ്. 1930-കളിൽ ഉണ്ട്. കടുത്ത ദാഹം, വരൾച്ച, ദാഹം തോന്നുന്നുകൊണ്ട് ചുണ്ട് കടിച്ച് ചോരനെ കുടിച്ചാലോ എന്ന് ബഷീറിന്റെ ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉറൂബ് തകഴി കേശവതയ വരുന്ന നമ്മുടെ മലബാറുകാരനായെങ്കിലും ഉറൂബിന്റെ കൃതികളിൽ ഒക്കെ ഈ ദാരിദ്ര്യം വല്ലാതെ വരുന്നുണ്ട്. പിന്നെ ആത്മകഥകൾ എടുക്കുക. ആത്മകഥകളിലെ ഇപ്പോൾ വെൽറ്റഡു എന്ന് പറയാവുന്ന അങ്ങനെ തികച്ചും ദരിദ്ര ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത CH കുഞ്ഞപ്പ, KP കേശവമേനോൻ, ഇവരൊന്നും ദരിദ്രരായിരുന്നില്ല. സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടോ അവരൊക്കെ ഒരു അപ്പർ കാസ്റ്റ് ആൾക്കാരും കൂടിയാണ്. പക്ഷേ അവരുടെയൊക്കെ കൃതികളിലും ദാരിദ്ര്യത്തെ പറ്റി വല്ലാത്ത പരാമർശങ്ങളുണ്ട്. വളരെ സുഖമായിട്ട് ഇവിടെ അങ്ങനെ ആൾക്കാർ ജീവിച്ചിരുന്നില്ല എന്നതാണ് പറയാനുള്ളത്. വേണമെങ്കിൽ ചെറുക്കത്തമ്പുരാനോ അങ്ങനെ ചെറിയ ഒരു ന്യൂനപക്ഷം സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ടാവും, നല്ലതൊന്നും ഇല്ലാതെ. ബാക്കിയുള്ളവർക്കൊക്കെ അത്ര വലിയ സുഖമൊന്നും ആയിരുന്നില്ല 1920-കളിലും 30-കളിലും എന്നാണ് കിട്ടുന്ന ലഭ്യമായ തെളിവുകളിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. പട്ടിണി ജാഥയെ പറ്റി പറഞ്ഞു. AKG പട്ടിണിയെ പറ്റി പ്രയോഗിക്കുന്ന പ്രയോഗം നോക്കുക. അദ്ദേഹം തൊഴിലില്ലാത്തവരെയാണ് സംഘടിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പരാമർശം തൊഴിലില്ലായ്മ എങ്ങനെ, അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് തന്നെ മാറുന്നു. തൊഴിൽ ഇല്ലായ്മ ഉണ്ടാകുന്നത് മുതലാളിത്ത സമ്പ്രദായം കൊണ്ടാണ്. മുതലാളിത്ത സമ്പ്രദായത്തിന് തൊഴിലില്ലാത്തൊരു വിഭാഗം വേണം. വേജസ് കുറയ്ക്കാനും ആൾക്കാരെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ വേറെ കിട്ടാനൊക്കെ ആയിട്ട് വേണം. അതുകൊണ്ട് തൊഴിൽ ഇല്ലാത്തവരെ സംഘടിപ്പിച്ച് ഇതിനെ എതിർക്കുക എന്നുള്ളത് മുതലാളിത്ത സമ്പ്രദായത്തിനെതിരെയുള്ള വിശാലമായ അതിനെ താങ്ങി നിർത്തുന്ന സാമ്രാജ്യത്വത്തിനും എതിരായ വിശാലമായ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് AKG കണ്ടത്. പക്ഷെ അദ്ദേഹം അതിനെ പട്ടിണി ജാഥ എന്ന് പേര് കൊടുത്തു എന്നുള്ളത് വളരെ സിംബളിക്കാണ്. കാരണം തൊഴിലില്ലായ്മ പട്ടിണിയുടെ ഇതാണ്. പട്ടിണി കൊണ്ട് തൊഴിലില്ലായ്മ, തൊഴിലില്ലായ്മ കൊണ്ട് പട്ടിണി, അങ്ങോട്ടും ഇങ്ങോട്ടാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും മറ്റുമൊക്കെ ഇത് അദ്ദേഹം ധാരാളമായിട്ട് പറയുന്നുണ്ട്. അതും ഈ ഇവിടെ ഉണ്ടായിരുന്ന ഈ ദാരിദ്ര്യത്തിന്റെ അവയർനെസ്സിനെ കാണിക്കുന്നതാണ്. ഒരു ചരിത്രം അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. 15 മിനിറ്റായി. അത് എനിക്ക് ഉത്തരവില്ല. ഒരു ആധുനിക കാലത്തെ പറ്റിയിട്ട് ചെറിയ തോതിൽ പഠനങ്ങൾ നടത്തിയ ഒരു വ്യക്തി എന്നുള്ളതിൽ പറയട്ടെ. 99-ലെ പ്രളയത്തെ പറ്റി ധാരാളം പരാമർശങ്ങൾ വരുന്നുണ്ട്. 99 എന്ന് പറഞ്ഞാൽ 1924. അതിനെപ്പറ്റി രാഘവൻ സാർ പറയും. ഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ള സന്ദർഭം ശരിയാണ്. പക്ഷേ
ഫാമിനെ പറ്റിയിട്ട് അങ്ങനെ പരാമർശങ്ങൾ വരുന്നില്ല, പരാമർശങ്ങളില്ല പൊതുമണ്ഡലത്തിൽ. അതിനർത്ഥം തീരെ ഇല്ലാതല്ല. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പ്രിയ റിസർച്ച് ചെയ്തിട്ട് തീസിസ് കൊടുത്തിട്ടുണ്ട്, അത് വന്നിട്ടില്ല. എന്നാലും ഞാൻ പറയാം, കാരണം ഇത് ഒരു കോൺഫിഡൻഷ്യലായ കാര്യങ്ങളൊന്നുമല്ലല്ലോ. ആ കുട്ടി പഠിച്ചത് റിംഗ് മ്യൂട്ടിനെ പറ്റിയിട്ടാണ്. റിംഗ് മ്യൂട്ടിനി കലാപം, നാവിക കലാപം. നാവിക കലാപത്തിൽ പങ്കെടുത്ത ഒരുപാട് ആൾക്കാരെ ഈ പ്രിയ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവരെല്ലാം പറയുന്നത് കടുത്ത ദാരിദ്ര്യം കൊണ്ടാണ് ഞങ്ങൾ നേവിയിൽ ചേർന്നത്. അതോടൊപ്പം മോഹന വാഗ്ദാനങ്ങൾ, നേവിയിൽ ചേർന്നാലും നിങ്ങൾക്കെല്ലാം ശരിയാവുന്നുള്ള മോഹന അഡ്വർടൈസ്മെന്റ്സ്, അതുകൊണ്ടാണ്. ഇതേതാ കാലം? 42, 43. 1939 അല്ല, 1939 യുദ്ധം തുടങ്ങിയെങ്കിലും ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് എന്നുള്ളത് സായിപ്പ് നടത്തുന്നത് 42 ആ കാലത്ത്. കാരണം റോമൽ ഇടിച്ചു കയറി അവിടെ ആഫ്രിക്കയിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങോട്ട് ജാപ്പനീസ് അഗ്രഷൻ ഉണ്ടാകുന്നു. തിരിച്ചടിയാണ് സായിപ്പിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്പിൽ 99 ദിവസം കൊണ്ടല്ലേ ഹിറ്റ്ലർ പാരീസിലെത്തിയിട്ട് കത്തിച്ചു കളഞ്ഞത്, 99 ഡേയ്സ്. അപ്പോൾ ആ തിരിച്ചടിയിൽ സംഭീതരായി അവർ കൂടുതൽ മൊബിലൈസേഷൻ നടത്തുന്നു. അതാണ് റിക്രൂട്ട്മെന്റ് എന്നുള്ളത് ഒരു ഡ്രൈവ് ആയിട്ട് 39 40 വരാതെ 42 വരുന്നത്. റിക്രൂട്ട്മെന്റിന് വേണ്ടി ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് അവർ നടത്തി, മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തു. അന്ന് അവർ പാലിച്ചില്ല, ഒരു വാഗ്ദാനം പാലിച്ചില്ല. നടക്കട്ടെ, ആൾക്കാർ വരട്ടെ, പിന്നത്തെ കാര്യം പിന്നെ എന്നുള്ളതാണ് സാഹിത്യന്റെ ഡബിൾ സ്പീക്ക്. അതിരിക്കട്ടെ. പറഞ്ഞതെല്ലാം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് നേവിയിലും ഇതൊക്കെ ചേർന്നതെന്നാണ്. അപ്പോൾ സ്വകാര്യ സംഭാഷണത്തിലും മറ്റുമൊക്കെ 42, 43 ദാരിദ്ര്യം ഉണ്ട് എങ്കിലും പോംവഴി വേറെ ഇല്ല, ഒരു പോംവഴിയില്ല, ജോലിയില്ല. അപ്പോൾ മിലിറ്ററി സർവീസ്, നേവൽ സർവീസ് നിന്ന് പോവുകയാണ്. എങ്കിലും പൊതുമണ്ഡലത്തിൽ 99 പ്രളയം എന്ന രീതിയിൽ 43 ക്ഷാമം എന്നത് വന്നിട്ടില്ല. അത് എന്തുകൊണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാനത് ഒരു ചോദ്യമായിട്ട് ഇങ്ങനെ ഇടുകയാണ്. ഒരു കാര്യം കൂടിയുണ്ട്. ഈ പബ്ലിക് ആക്ഷൻ എന്നതിനെ പറ്റി അമർത്യ സെൻ വേറെയും പരാമർശം പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഈ ലാൻഡ് റിഫോംസിനെ പറ്റിയിട്ട് മറ്റുമൊക്കെ. അത് എന്തുകൊണ്ട് ഇവിടുത്തെ ലാൻഡ് റിഫോംസ് പോലെ തന്നെ ബീഹാറിൽ ഒരു ലാൻഡ് റിഫോംസ് പാസ്സായി, പലർക്കും അറിയാത്ത കാര്യമാണ്. ബീഹാറിലുള്ള ഈ മറ്റേ ഡിവിഷൻ വരുന്നതിന് മുമ്പുള്ള ഒറിജിനൽ ബീഹാറിൽ വളരെ പുരോഗമനപരമായ ഒരു ലാൻഡ് ലെജിസ്ലേഷൻ സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായി. എന്ത് കാര്യം? അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടില്ല, അത് വെറും പേപ്പറിലാക്കി നിന്നു. എന്തുകൊണ്ട് കേരളത്തിൽ അത് ഇംപ്ലിമെന്റഡ് ആയി? ഉത്തരം വളരെ ലളിതമാണ്. അതിൽ ജനകീയ ഇടപെടലുകൾ ഉണ്ടായി. പബ്ലിക് ആക്ഷൻ എന്നുള്ളതിൽ അദ്ദേഹം 2 തരത്തിൽ പറയുന്നു. ഒന്ന് കൊളാബറേറ്റീവ് ആക്ഷനാണ്, മറ്റൊന്ന് അഡ്വേഴ്സറിയൽ ആക്ഷനാണ്. ഇത് കുറച്ചും കൂടി വിശദമാക്കേണ്ടതായിരുന്നു, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി രാഘവൻ സാറിനെ അഭിനന്ദിച്ചുകൊണ്ടും ഇങ്ങനെ ഒരു ചർച്ചാവേദി, ഇവിടെ രാഷ്ട്രീയക്കാരും ഈ വർഗീയ സംഘടനകളൊക്കെയാണ് ചർച്ചകൾ കണ്ടുവയ്ക്കുക. അങ്ങനെ അല്ലാതെ ഒരു ബൗദ്ധികമായ ചർച്ചയ്ക്ക് തുടക്കമിട്ടതിന് ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറഞ്ഞ്, എന്നെ ഇതിൽ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.